യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ, അവർ അബ്രഹാമിനെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായി സംസാരിക്കാനിടയായി തീർന്നു. ഇന്നലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാഞ്ഞ ആളുകൾ അറിയാൻ വേണ്ടി അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന് 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കൂ, അബ്രഹാമിനെ ദൈവം ഒരു പിതാവായിട്ടും അതേപോലെ തന്നെ വരും തലമുറയെ നയിക്കുന്ന ഒരു നേതാവായിട്ടുമാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ പ്രധാനപ്പെട്ട വസ്തുത ഇവിടെ ഈ ദൂതന്മാർ അബ്രഹാമിനോട് പറയുകയാണ്. ഞാൻ ഈ ഒരു വാക്യം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ദൈവം നമ്മെയും തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതേപോലെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവം എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിലും നിരാശയിലും ഒക്കെ നമ്മൾ പറയാറില്ലേ, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ഈ ഭൂമിക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും എന്നെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ദൈവമാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ കാര്യങ്ങളൊക്കെ അബ്രഹാമിനോട് പറഞ്ഞ ശേഷം ദൂതന്മാർ സോദോമിലേക്ക് പോയി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ ദൂതന്മാർ 3 പേരാണ് നമുക്ക് 18-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിഞ്ഞതെങ്കിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 ദൂതന്മാരെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായുള്ള ആ ദൂതൻ പിന്നീട് സോദോമിലേക്ക് പോന്ന ആ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞതുപോലെ മൂന്നാമനായി വന്നത് അതേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്നെയായിരുന്നു. നോക്കൂ, ഈ ദൂതന്മാർ അവിടെ നിന്ന് പോവുകയാണ്. അത് സംബന്ധിച്ചുള്ള വാക്യമാണ് നമ്മൾ ഇന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 20-ാമത്തെ വാക്യം, പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. 22-ാമത്തെ വാക്യം, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ 2 ദൂതന്മാർ അവിടെ നിന്ന് അപ്രത്യക്ഷരായി മാറുന്നതും എന്നാൽ മൂന്നാമതായ ആ ദൈവദൂതൻ അതേ കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ തന്നെ അതേ അബ്രഹാം നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൂതന്മാർ അതേ നമ്മുടെ സേവകന്മാരാണ്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. എന്നാൽ നമുക്ക് കാര്യമുള്ളത് ദൂതന്മാരുമായിട്ടല്ല, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവിനോടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൂതന്മാരെ കുറിച്ചുള്ള ദൈവവചനത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ഏഞ്ചലോളജി ഒക്കെ എന്ന് നമ്മൾ പറയുന്നതായ കാര്യത്തിൽ ദൂതന്മാർ നമ്മുടെ ശുശ്രൂഷകന്മാരാണ്. നമ്മൾ ദൂതന്മാരെ ഒരിക്കലും ആരാധിക്കരുത്. ഈ ലോകത്തുള്ള യാതൊരു മനുഷ്യനെയോ ലോകം മുഴുവനും വിശുദ്ധി ആരോപിക്കുന്നതായ ഒരു വ്യക്തിയോ നമ്മൾ ആരാധിക്കാൻ പാടില്ല. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവത്തോടാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സത്യവും ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാട് ദൈവമായിട്ടാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുവന് ദൈവത്തെങ്കിലേക്ക് വരുവാനോ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല എന്ന് അവന് തോന്നിയാൽ മനസ്സിലാക്കിക്കോണം, അവന്റെ ജീവിതം ദൈവ മുമ്പാകെ വിശുദ്ധിയുള്ളതല്ല. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയാത്തത്. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മൂലം അവന് ദൈവമായി ലഭിക്കുന്നതായ ആ നിരപ്പിലേക്ക് അവന് ശരിയായി കടന്നു വരാത്തത് കൊണ്ട് അവൻ മറ്റുള്ളതിലേക്ക് തിരികെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ നമ്മൾ ആ മഹത്വം കൊടുക്കുന്നത് പിശാചിനാണെന്നും
വിശുദ്ധ വേദോസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആരാധ്യൻ ഒരുവൻ മാത്രം, പ്രാർത്ഥന കേൾക്കുവാനും പ്രാർത്ഥന സ്വീകരിപ്പാനും നമ്മുടെ മധ്യസ്ഥത കേൾപ്പാനും മധ്യസ്ഥ സ്വീകരിപ്പാനും കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മധ്യസ്ഥനായ, അതേ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, ഏക മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥരൊരുവനെന്ന് വിശുദ്ധ വേദോസം പറയുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തുവിനോടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് അബ്രഹാം ഈ ദൂതന്മാർ പോയ ശേഷം അതേ ദൈവസന്നിധി നിൽക്കുന്നതായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാം അവിടെ ദൈവസന്നിധിയിൽ നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 20-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. ഇവിടെ 2 സിറ്റീസിനെ കുറിച്ച്, 2 പട്ടണങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ പേരിൽ പട്ടണങ്ങൾ നിലവിലില്ല. പക്ഷേ ഈ പട്ടണങ്ങളുടെ സ്ഥാനം നോക്കിയാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് അവിടുത്തെ തെളിവുകൾ നമ്മോട് സംസാരിക്കുന്നത് ചാവുകടലിന്റെ അരികിലായി ഉണ്ടായിരുന്ന ഇരട്ട നഗരങ്ങളായിരുന്നു ഈ സൊദോമും ഗൊമോറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അതിൻ്റെ പേരുകൾ സൊദോം ഗൊമോറ എന്നുള്ളതല്ല, എന്നാൽ ഇത് ആ സ്ഥലത്ത് നിന്നിരുന്ന പുരാതന പട്ടണങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നടത്തപ്പെട്ടതായ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൽ വളരെ വ്യക്തമായി ഈ അധ്യായത്തിൽ പറയുന്നതായ സംഭവങ്ങൾ നടന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൊദോം ഗൊമോറ എന്നുള്ളത് പുരാതന പട്ടണമായിരുന്നു. ഇന്ന് ആ പട്ടണം നിലവിലില്ല. എന്നാൽ ആ പട്ടണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ആ പട്ടണത്തിൽ നിന്നുള്ള നിലവിളി, അതായത് സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അതായത് സൊദോം ഗൊമോറയെ കുറിച്ചുള്ള നിലവിളി. ആരൊക്കെയോ സൊദോമിന്റെയും ഗൊമോറയുടെയും അവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അതേ വളരെ നിസ്സഹായതയോടുകൂടി പലരും ദൈവത്തെ വിളിച്ചു. നമുക്കറിയാം, നമ്മുടെ ആളുകൾ ഒരുപക്ഷെ അവർക്ക് ജീവനുള്ള ദൈവത്തെ അറിയത്തില്ലെങ്കിലും അവർ അറിയാതെ അയ്യോ ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം ആ വിളി കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ നിലവിളിയെ നമുക്ക് ഏതാണ്ട് 4ആയി തിരിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് ആ സൊദോമിനെയും ഗൊമോറയെയും കുറിച്ച് നിലവിളിക്കുന്നത് അത് ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയുമാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവം ഈ ദേശത്തെ അറിയുന്നു. ദൈവം നമ്മുടെ രാജ്യത്തെയും നമ്മൾ വസിക്കുന്നതായ ലോകത്തെയും അറിയുന്നു. ഇവിടെ നടക്കുന്നതായ ദുഷ്ടപ്രവൃത്തികളും അതേ ഇവിടെ നടക്കുന്നതായ നീതികേടും എല്ലാം അറിയുന്നതായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് ഈ അനീതി കാണുന്നിടത്ത് ദൈവം നീതി നടപ്പിലാക്കാൻ വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുന്നു. ദൈവം അതെ ഞാൻ ന്യായം പ്രവർത്തിക്കും, ഞാൻ നീതി പ്രവർത്തിക്കുമെന്ന് ദൈവം പറയുന്നവനാണ് എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് ആദ്യമായി പരിശോധിക്കേണ്ടത്. അതേപോലെ തന്നെ ദൈവം വിശുദ്ധനാണ്. തൻ്റെ വിശുദ്ധിക്കെതിരായി ഈ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം അവിടെ നിസ്സഹായനായിട്ടോ പ്രവർത്തിക്കാതിരിക്കുന്നതായ ഒരു ദൈവമല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നോഹയുടെ കാലത്ത് നടന്നതായ ജലപ്രളയമാണ്. നോഹയുടെ കാലത്ത് ജനം വഷളന്മാരായി നടന്നു. അവരുടെ പാപം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതായ കാര്യമാണ് സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളിൽ സംഭവിക്കാനിടയായി തീർന്നത്. അതേപോലെ തന്നെ സ്വർഗീയവാസികളായ ദൈവത്തിന്റെ ദൂതന്മാർ അതേ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്നതായ പ്രവർത്തിക്കുന്നതായ ദൂതന്മാർ അവർ എപ്പോഴും ഈ ഭൂമിയെ വീക്ഷിക്കുന്നു. ദൂതന്മാരെ കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവർ വിശുദ്ധന്മാരുടെ ആരാധനയിലേക്ക് കുനിഞ്ഞു നോക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൂതന്മാർ തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ വഷളത്വം അവർ കണ്ടിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതായ മ്ലേച്ഛത അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു കാര്യവും ദൈവത്തോട് പറഞ്ഞില്ലെങ്കിലും ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അതേ അറിവ് ദൈവത്തിന് കൊടുക്കുന്നതായ ഏഞ്ചലിക് ബീയിങ്സ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവർ തീർച്ചയായിട്ടും അതേ ദൈവത്തോട് നിലവിളിച്ച് കാണും. അതേ ഈ സൊദോം ഗൊമോറയെ രക്ഷിക്കണമേ ദൈവമേ എന്ന് അവർ വിളിച്ചു പറഞ്ഞു കാണും. അതേപോലെ തന്നെ ഈ സൊദോം ഗൊമോറയിൽ ഇരയായിട്ടുള്ള അതേ അനേകരുടെ പീഡനങ്ങൾക്കും അതേ മാനസികമായ ഉപദ്രവങ്ങൾക്കും ശാരീരികമായ ഉപദ്രവങ്ങൾക്കും
അതേ അവർ കാണിച്ച ആതിഥ്യ മര്യാദക്കേടിനും ഒക്കെയും എതിരായിട്ടുള്ള ഒരു നിലവിളി സൊദോം ഗൊമോറ പട്ടണത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യൻ ഏത് പാപം ചെയ്താലും ആ പാപം താൻ വസിക്കുന്നതായ ഈ ഭൂമിയെയും പ്രകൃതിയെയും അതേ ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവർ ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയെയും അതിന്റെ പ്രകൃതിയെയും ബാധിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയും നിലവിളിക്കുന്നു മനുഷ്യന്റെ അകൃത്യത്തിനെതിരായി. അങ്ങനെയുള്ള ക്രൈ ഔട്ട് അതേ ദൈവത്തിലേക്ക് എത്തി, അങ്ങനെയുള്ള നിലവിളി ദൈവത്തിനടുക്കിലേക്ക് എത്തിയതുകൊണ്ട് ദൈവം ഈ പട്ടണത്തെ ന്യായം വിധിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നീതിമാനാണ്. ന്യായം വിധിക്കുമ്പോഴും ദൈവം നീതിമാനാണ്. ആ നീതിമാനായ ദൈവം എന്താണ് ഇവിടെ അബ്രഹാമിനോട് പറയുന്നത്? അതാണ് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയറിയും. നോക്കൂ, നിലവിളിച്ചതായ ആളുകൾ ദൈവത്തിന്റെ നീതി നിലവിളിച്ചു, ദൈവത്തിന്റെ വിശുദ്ധി നിലവിളിച്ചു, അതേ ഏഞ്ചൽസ് ദൂതന്മാർ നിലവിളിച്ചു. മൂന്നാമത് അതേ സൊദോം ഗൊമോറ പട്ടണത്തിലുള്ള ഇരകളായ ആളുകൾ നിലവിളിച്ചു. ആ പ്രകൃതിയും ഭൂമിയും നിലവിളിച്ചു. ആ നിലവിളി അത് ശരിയാണോ എന്നറിയുവാൻ ദൈവം ഇറങ്ങി വരുന്നതായ ഒരു അനുഭവമാണ്. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ളതായ വസ്തുതയാണ്. ദൈവം കേവലം അവന്റെ ജ്ഞാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് അവിടെ ദൈവം മനുഷ്യന്റെ വാദം കേൾക്കും. അതേ ദൈവം മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് തെളിവുകൾ ശേഖരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെയാണ് ദൈവത്തിന്റെ ആ നീതിയുടെയും ന്യായത്തിന്റെയും ജ്ഞാനത്തിന്റെയും ശ്രേഷ്ഠത. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസം ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതേ, നമ്മുടെ നിലവിളിക്ക് മുമ്പാകെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലവിളി സ്വർഗത്തിലെത്തും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ആ ശബ്ദം ദൈവത്തെങ്കിലേക്ക് എത്തുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നതായ ദൈവമാണ്. ഒരുപക്ഷെ നമുക്ക് ദൈവം പ്രവർത്തിക്കുന്ന ഒന്നും പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതെ, നിങ്ങൾക്ക് വിശ്വസിക്കുവാനും ദൈവത്തെ വിശ്വസ്തനെ എണ്ണുവാനും കഴിയണം. അതെ, എൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണെന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവം നീതിമാനാണ്, ദൈവം ന്യായവിധി ചെയ്യുന്നു. പക്ഷേ അതേ സമയം തന്നെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത്ര നല്ല ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം. അതേ, ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് തുടർന്നും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ അടുത്ത വിഷയം അല്പം വിശദമായി സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയത്. അടുത്ത ദിവസത്തെ ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരിക. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കുക. അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.